ഞാൻ പിന്നെ ഹലോ മിസ്റ്റർ ജോനാൻ. ഓ അറിഞ്ഞായിരുന്നു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരുത്തരെ കാണാതെ ഞാൻ മനസ്സിലാക്കി. അതെ അതെ, തിരിച്ചു വന്നോ നിങ്ങൾ? പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു 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 ദു- ഒരു ദുർശബ്ദം കേട്ടായിരുന്നു സിറ്റിയുടെ അകത്ത്. അതെ അതെ അതെ, എന്റെ ചെവിട്ടിനകത്തുനിന്ന് മൂളി അങ്ങ് പോയി ഒരു ബൈക്കിന്റെ മുകളിൽ കൂടെ. ഈ നമ്മൾ ഈ ഇങ്ങനെ പറയുന്ന ഒരുത്തനില്ലേ, എന്താ പേര്? പൂത്തിരി സൈമൺ. ഇവിടെ ഒരാളെ കാണാനില്ലാലോ. ആ, കേട്ടിട്ടുണ്ടോ പൂത്തിരി സൈമൺ? പൂത്തിരി സൈമൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ, അങ്ങനെ ഒരാളുണ്ട് ഈ സിറ്റിയിലെ വലിയ വലിയ ഗുണ്ടയെന്നാ കേട്ടെ. ആ, എന്നോട് സത്യം നിനക്കാരും പേടില്ല, കേട്ട് എനിക്കാരും പേടില്ല. കേൾവിനേക്കാൾ ആ, അതീപനാണോ അവൻ? ആ പൂത്തിരി സൈമണോ? അതെ അതെ, പൂത്തിരി സൈമൺ വലിയ വിഷയമാണോ? വിഷയം ജോനെ, വിഷയം വൻ വിഷയം. ജോമോനെ പൂത്തിരി സൈമൺ വലിയ വിഷയാന്നാ പറയുന്നത്. ഒരു മിനിറ്റ് ജോമോനെ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം. പൂത്തിരി സൈമനെ തപ്പി വിളിച്ചാൽ അത് നമുക്ക്. കുഴപ്പമില്ലാന്ന്, നമുക്കൊരു വീഡിയോ മറ്റേ കോൾ എടുത്ത്, ഓലപ്പടക്കം എടുത്ത് വായിൽ വെച്ചു കൊടുക്ക. വീഡിയോ കോൾ. ആ, കാണും കാണും. നീ പു- ആ കണ്ട, നിന്റെ നിന്റെ ഫേസ് ക്യാം ഓണാക്കടാ കുത്തിട്ടവനെ താഴെ. അതെ. ആ, നീ എവിടെ അത്രേ ഉള്ളൂ. നിൽക്കുന്നേ? എവിടെ ഉണ്ടാ? ഇങ്ങോട്ട്. ഓയ്, ആ, കണ്ട് 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 ഓ, കണ്ട് 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 ബാക്ക് ഞാനും ഉണ്ട്. ഹലോ, നീ ഉണ്ടാ? ഇതായി. കാണുന്നുണ്ടോ? ഓ, നിങ്ങളെ കാണുന്നുണ്ട് കാണുന്നുണ്ട്. ആ ഇത് ഇത് ഫർഹാൻ ബ്രോ ആണ്. നടക്കാൻ പറ്റുള്ളൂ, നടക്കുന്ന എന്താ കുഴപ്പം? കണ്ടില്ലേ, ഞാൻ നടക്കുന്നുണ്ടല്ലേ. അത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയില്ല. അത് നമ്മൾ പൊക്കോണ്ടിരിക്കണം. പോകുമ്പോ അവിടെ എത്തും പറയാം. അത് ആ, എടാ ഇത് വിഷയം. ഇത് ഇത് ഞാൻ റിവേഴ്സ് ക്യാമറ. എങ്ങോട്ട് പോണെന്ന് ഫോൺ തീരുമാനിക്കും. എടാ, ഇതൊക്കെ സംഭവം സത്യം പറഞ്ഞ കൊള്ളാട്ടോ, നല്ല. എവിടെ പോണെന്ന് ഫോൺ തീരുമാനിക്കും അല്ലേ? ഞാനിന്ന് ഞാനിന്ന് ഇത് ഫർഹാൻ. എന്റെ ഒരു ഫർഹാൻ അതെ, ബ്രോ. ഈ എന്താ ഫർഹാൻ ബ്രോന്റെ പരിപാടി എന്താ പറയുക നിനക്ക് ജോമോനെ? Johnny, come on. പുറം ലോകത്തായിരിക്കും. യെസ് യെസ്, പറയൂ പറയൂ പറയൂ. ഗൈസ്, ഞാനൊരു മിനിറ്റ് ഇപ്പൊ വരാവേ. വന്നു സൈഡ് ആയിരിക്കും ആയിരിക്കും. അതെ അതെ, നമ്മളത് ഇവിടെ വരുന്നുണ്ട്. വ്യാഴാഴ്ച ഇനോഗ്രേഷൻ ആണ്, വരണം. ഇൻവിറ്റേഷൻ വരും. പേരെന്തായിരുന്നു അവിടത്തെ പേര്? ജോഹാൻ. ജോഹാൻ നല്ല പരിചയമുള്ള പേരുള്ളൂ. ഇപ്പൊ മനസ്സിലായി. പുള്ളി ഇവിടെ ഉണ്ടോ? വന്നാ നല്ലത്. ഒരു കഥേന്റെ പകുതി എടുത്തു വെച്ച് പോയിരുന്നു. നമ്മുടെ സിനിമ കണ്ടിട്ടാണോ എന്നറിഞ്ഞൂടാ. നമ്മുടെ കഥയിലെ നായകനായിരുന്നു, അവസാനമാണ് വില്ലനാന്ന് മനസ്സിലായത്. ഓക്കെ ബ്രോ. ജോമോനെ ജോമോനെ, നമ്മള് 4 പേരുണ്ട്. നിന്നെ കിട്ടിക്കഴിഞ്ഞ എമാര് തൂക്കും. അത് 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 മോശമില്ലേ ജോമോനെ? കൊള്ളാം കൊള്ളാം, നീയും കൊള്ളാം. അത് അത് വളരെ മോശം മോശം പരിപാടിയാടേ. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും MGന്റെ പുറത്തിറങ്ങിയിട്ട് മറ്റേ ATM മെഷീൻ അല്ലേ, അതിനടുത്ത് പോയി നില്ലേ. ഓക്കെ.
എടാ മോനെ, എന്ത് സുഖമാണോന്നോ? നീ ആരോട് എന്ത് ചോദിക്കുന്ന അറിയോ നിനക്ക്? ഗണ്ണ് കത്ത്, ഞാനിവിടെ കത്തി പിടിച്ച് നിൽക്കുന്ന ഇത്രയും വലിയ സാധനം നീ കണ്ടില്ലേ? ഗണ്ണൊന്നും വേണ്ട, ഇവനെ തോക്കാൻ ഈ ഗണ്ണൊന്നും വേണ്ട. മാസ്ക് മാൻ നമ്പർ 1, അവനെ ക്യാരി Okay. Come on. റൂസ കയറി, വണ്ടി കയറി. നീ കയ്യെത്തിക്കോ. സന്ധ്യ ഫ്രണ്ടിലായി പോയതാ. ഒന്നുകൂടി പിടി അവനെ. കയ്യെത്തി. അധികം നീ അധികം ഐക്യം വെക്കല്ല കേട്ടോ ജോമനെ, കൊല്ലുന്നു ഞാൻ. പറഞ്ഞുതരാം, നീ വണ്ടി കയറി. പറഞ്ഞുതരാം. ഇവിടെ ചന്തി ചുമരിലോടത്തി കിടന്നാ നമുക്ക്. ഇവിടെ എടുത്ത്. നിന്റെ പേരെന്താ? പേരെന്താടാ മോനെ എന്റെ? You are kidnapped. XRD. അകത്ത് കയറിയത് ഞാൻ ഹാക്ക് ചെയ്യാം. അവന്റെ കണ്ണീമി. ഹലോ മിസ്റ്റർ സൈമൺ. ഓ, ഞാനിതാ ഒരു ചെറിയൊരു പണിയുടെ തിരക്കിലാണ്. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചാലോ? ഞാനൊരു മറ്റേ ഡെലിവറി ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം, ഇതൊന്ന് തീർക്കട്ടെ. ഇറക്ക് വെയിറ്റ്. എനിക്ക് തോന്നുന്നില്ല പാവാണെന്ന്. ബ്രോയ്ക്കും പേരില്ല. ഇട്ടോ 3-4 അടിച്ചു കിട്ടും. ഒറ്റ നമ്പർ വിളി. ഞാനേ ഒമ്പത് വിളിക്കട്ടെ. പിന്നെ ഏത് വിളിക്കാനും പറഞ്ഞേ? ജോഹാൻ എന്ത് ചെയ്യുന്നു? ഗ്യാങ്ങിലുണ്ടോ? പറയാമോ? എന്ത് വേണ്ട ജോണി റോക്കറ്റിന്റെ വരണോ? ഞാൻ വരാം. എന്തൊക്കെ അറിയണം? മിണ്ടാവിടുന്നോ? ചുമ്മാ വാർന്നു. ഹലോ മിണ്ടാ പറഞ്ഞില്ലേ? തീരും. ഇല്ല എന്നോടൊക്കെ മനസ്സിൽ ഞങ്ങളുടെ വിലയില്ല. പിന്നെ ആൾ വീട്ടിൽ ഈ വണ്ടി കയറി ഇങ്ങനെ അടിക്കില്ല നിന്റെ ഐഡിയ എത്രടാ പറടാ? നിനക്ക് ഫുഡ് വെള്ളം വല്ല വേണോ? ഐഡിയ എത്രയുണ്ട്? 1069. അല്ലേ? പക്ഷെ ഇന്നലെ നമ്മള് 3-4 പേര് ഓരോരുത്തർക്കും ഓരോ കിട്ടിയത്.
എന്തോന്ന് ഫെയർ പ്ലേ ഫെയർ പ്ലേ ഫെയർ പ്ലേ ഇടണോ? ആവശ്യമുണ്ടോ? ഇടണോ എടാ ഒരു കാര്യം ഷിബു ഫെയർ പ്ലേ ഇട്ടെ. വെയിറ്റ് മിസ്റ്റർ ബ്രോ, അകത്ത് പോയിട്ട് നിനക്ക് കാശ് കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗം പോയി എടു. ഞാൻ കണ്ണീം ചെയ്തോളാം. മിണ്ടായിരടാ. ഓക്കെ. എനിക്ക് പക്ഷെ ഒരു സൈഡ് മാത്രമേ ക്യാഷ് വരാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ ഫെയർ പ്ലേ ഇടുന്ന എങ്ങനെയായിരുന്നു? എടാ നിനക്ക് ഞാൻ ഫുഡും വെള്ളവും തന്നിട്ടുണ്ട് കേട്ടോ. ആ ആ ആ പറ. എന്നാ തിരിച്ചിട്ടാ കിട്ടി. 30 മണിയാണോ കൊടുത്തത്? അല്ല ഞാൻ അവന് എന്റെ സ്വിച്ച് ബ്ലേഡ് അവന്റെ ഇവിടെ ഫെയർ പ്ലേ ഇടുന്ന എങ്ങനെയാണ്? /FP ഞാൻ ഇടണോ? എത്ര? 4 റോബേഴ്സ്. നീ പാവാണെന്ന് ഞാൻ ചോദിച്ചത് നിന്നോട്. നിന്റെ പാവാട ഞാൻ ചെത്തിക്കളയണോ? വേണോ? നീ എന്നെ കൊണ്ട് കത്തി എടുപ്പിക്കരുത് കേട്ടോ. ഞാൻ കത്തി എടുത്തു കഴിഞ്ഞാൽ മോശമാണ്. നിന്റെ പേരെന്താ കൂട്ടാ? ജോമോനെ, നീ വിഷയാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഷൂവിന്റെ ബാക്കിലെ പിങ്ക് കണ്ടപ്പോ തന്നെ. നീ പിങ്കിന്റെ ബാക്കിൽ നടക്കുന്നു. പർപ്പിളാണോ? ഓ, എന്റെ നൈറ്റ് മോഡ് ഓണാ ബ്രോ. എന്റെ തക്കുടു, നീ ആ കക്കൂസിനൊന്ന് പുറത്തിറങ്ങിയിരി. എടാ, പറ. 4 റോബേഴ്സ് വിത്ത് പിസ്റ്റൽ ആൻഡ് 1 ഹോസ്റ്റേജ്. അതെ. എന്നിട്ട് ലൊക്കേഷൻ ഉണ്ടേ? ലൊക്കേഷൻ ഉണ്ട്. എത്ര ഉണ്ടെന്ന് പറഞ്ഞേ, കൗണ്ട് പറഞ്ഞു. 90K. എടാ, അറിയാൻ വയ്യ, നോക്കട്ടെ. അതല്ല, ഈ ലൊക്കേഷൻ ഏതാണ്? 817. 90. എനിക്ക് 90. 90. എല്ലാവനോ? ഷിബുനോ? എനിക്ക് 180. 180. മറ്റേ സാധനം ഇട്ടില്ലേ? മറ്റേ ഇട്ടില്ലേ? FP ഫെയർ പ്ലേടാ. FP പൊട്ടാ. ഇരിയടാ. കാലിന്റെ ഇടയിൽ വെച്ച് ഞാൻ അടിച്ചേരും. ആരടാ അവിടെ കിടക്കുന്നത്? വെടി അടിച്ചിട്ടുണ്ട്. സറണ്ടർ അടിക്കാൻ പറഞ്ഞ അടിച്ചാൽ മതി. അടിച്ചില്ലെങ്കിൽ നിന്റെ സുണ്ണാമണി ഞാൻ വെടിവെക്കും. വെട്ടിന്റെ എണ്ണം കൂടും, തൊള്ളയുടെ എണ്ണം കൂടും കേട്ടാ. ഇത് കണ്ട, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അടിച്ചിട്ടതല്ല. അവന്റെ പുറത്ത് കൊണ്ടിട്ടില്ല. ബാക്കിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങരുത്. ചോര ഒഴുകുന്നു. ഞാൻ നിക്ക്. എന്റെ ബ്ലേഡ് തിരിക്കുന്ന ചോര ശരിയാക്കി തരാം. ബ്ലേഡ് തിരിയട്ടെ. പറ്റുമെങ്കിൽ അവന്റെ ചുക്കാമണി വെട്ടിയാല്. ശിവ തിരികട്ടെ. ഞാൻ ശിവ തിരികെടുക്കട്ടെ. കേട്ട് ഇവന് ചുക്കാമണിയുണ്ടോ? ജോമോനെ, നിന്നെ ചെത്തിയെടുക്കട്ടെ. ഞാൻ ചുക്കാമണി പോലീസ് ഒന്നും വരത്തില്ലേ? കുറച്ചേരം ഇട്ടിട്ട് നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് പോവാം. ഒരു ചെറിയ കഷ്ണം ഞാൻ നിങ്ങൾ എടുക്കുക.
എന്തിനാ കറി വെക്കാനോ? കിട്ടി 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 എടാ അവന് മുഴുവനായിട്ടിട്. ഇത് സുന്നത്തൈൻ സുന്നത്തല്ല അവന് സാമാനം വേണ്ട. അവള് പകരം അത് മോശമില്ലോടാ, അവന് ഭാവി മക്കളൊക്കെ ഉണ്ടാക്കണ്ടേ, നീ എന്നാ പറയുന്നേ? അയ്യോ ചെക്കൻ വീണ്, ചെക്കൻ വീണ്. അപ്പൊ അവന്റെ കാലിലൊരു വെടി ഇത് വേണ്ട, 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 ഇനി വെക്കണ്ട പാവുണ്ട് അവിടെ, അതിന്റെ സ്ഥാനം ഇവന് ചുക്കാമണി വേണ്ട, ഇവന് ചുക്കാമണി വേണ്ട. ചുക്കാമണിക്ക് വെടി വെക്കല്ലേ, ആവശ്യമില്ലാത്ത പരിപാടിയാണെങ്കിൽ ചുക്കാമണിക്ക് വെടി വെക്കല്ലേ. അല്ല ഹോസ്റ്റലിന്റെ ബോധം വരുത്താം. വെയിറ്റ് ഞാൻ CPR എടുക്കാൻ വരും. ആവശ്യമില്ലാത്ത പണിയാണെങ്കിൽ പോലീസ് വന്നതിനെ പറഞ്ഞു. ഞാൻ പറഞ്ഞേ ജോമനെ എനിക്ക്, ജോമനെ എനിക്ക്, ജോമനെ എനിക്ക്. അത്രേ ഉള്ളു. ജോമനെ ഒന്നുമില്ല ജോമനെ, നിന്റെ ചുണ്ണിയുടെ ഒരു ചെറിയ കഷ്ണം എനിക്ക് മുറിച്ചെടുത്തതാ. എടാ അവൻ നിന്നോളൂ, പേടിക്കണ്ട ബ്രൂസ്, പേടിക്കണ്ട നിന്നു. ഇവനെ എല്ലാം ഞാൻ നിന്റെ കുണ്ടി കൂടെ കുത്തിക്കയറ്റണോ? വേണോ ജോമനെ? സെക്ഷൽ ഹരാസ്മെന്റിന് കേസ് കൊടുക്കരുത്, വേറെ എന്ത് ഒരു വിഷയം. ഓക്കെ, ആ ഭയം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ട നീ എന്റെ സ്കില്ല് കണ്ട, ബ്ലേഡിന്റെ അപ്പുറം കണ്ട നീ. ഇത് നീ കാണുന്നുണ്ടോ ജോമനെ? നീ കാണുന്നുണ്ടോ ഇത്? അത് തന്നെ വാലറന്റ് കിൽ ഗ്രൈൻഡിങ്. ഓപ്പ് വെച്ച് 1 ടാപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊന്നും ചെയ്യണം, എല്ലാം ഉറക്കം കിട്ടില്ല. മനസ്സിലായി? ഇവനെ ഞാൻ തീർക്കും. ഇവൻ വന്ന് എണീറ്റ് കഴിഞ്ഞാൽ ബാറ്റ്മാൻ ഇവനെ അങ്ങ് തീർക്കും. വീട് വരുന്നില്ല, നമുക്കങ്ങ് വിട്ടാലോ ജോമനെ? പീടി വരുന്ന എടാ, നമുക്ക് നമ്മള് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. പീടി വരുന്നത് നമുക്കങ്ങ് പോകുമ്പോ. ഒന്ന് ചോദിച്ചു ക്യാൻ വി ലീവ് അടിക്കാൻ പറ്റുമോ ചോദിച്ചു. ഫെയർ പ്ലേയില് ജോമനെ പേടിയുണ്ടോ നിനക്ക്? ഈ കത്തി കാണുന്നുണ്ടോ നീ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ പോരുന്നുണ്ടോ? അത് തന്നെ നിനക്ക് ഞാൻ മജീഷ്യനാണെന്ന് ഇപ്പൊ എങ്കിലും മനസ്സിലായല്ലോ. മാന്ത്രികൻ. സിറ്റിയിൽ ആര് ചോദിച്ചാലും പെങ്കിനെ പറ്റി എന്താ പറഞ്ഞു കൊടുക്ക നീ? അത് തന്നെ. നിന്റെ പകുതി ചുണ്ണി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. പട്ടിക്ക് തിന്നായിട്ട് കൊടുക്കും. ഞാൻ ലൈസിലിട്ട് തിരിച്ചുകൊണ്ട് തരാം. ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, വെയിറ്റ്. ഇത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പൊക്കോണം. അത് വേറെ ആരാ കണ്ടില്ല കേട്ടോ. പീടിയല്ലല്ലോ കേട്ടോ. പീടിയല്ലല്ലോ ഇട്ടേക്കുന്നത്. എന്നാ വെച്ചോ. ഇന്ന് രാവിലെ പാല് വാങ്ങിയ കവറുണ്ടായിരുന്നു എൻ്റെ കയ്യില്. ചുണ്ണി ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. ജോണി വെളിയിലോട്ട് നോക്കി. ഇനി അവനെ വേണ്ടല്ലോ. ഇനി എന്തിനാ? അല്ല നീ എന്തോ എവിടെ പിടിച്ചേക്കുന്നത്? എടാ വേറെ എവിടാ? നമുക്ക് ഇവിടുത്തെ പ്ലേക്കുകൾ 10 അടിക്കാൻ. ഓക്കെ, നിനക്ക് എന്തിനാ സാധനമൊക്കെ? ഇനി വേറെ ഫ്ലൈക്കൽ ചെയ്യാൻ പറ്റൂല. സത്യം, അത് സത്യമാണ്. എടാ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് MG ലോക്കറിയായി. ഓക്കെ ഇറങ്ങാൻ ചെയ്യാൻ കുഴപ്പം. ഇല്ല എന്ത് ചെയ്യാനാ, കൂടിയതാ.
28. അതെ നീ നമ്മളെ പഠിപ്പിക്കണ്ട കേട്ടോ. മോനെ നമ്മൾ എന്നും ഇന്നലെ അല്ല കേട്ടോ റബ്ബർ അടിക്കുന്ന സമയത്ത്. ഉണ്ട് 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 ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനത്തെ അവന്മാരെ നമ്മളെ കൂട്ടത്തിൽ വേണ്ട വേണ്ട, അത്ര കഴിവില്ലാത്തതിനെ നമ്മളെ എവിടെടാ 8228 അവിടെ 8228 എന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ മിക്കവാറും അടിച്ചു. 238 8238 ഞാൻ ഇട്ടറാ. എടാ നിനക്ക് നിന്റെ ചുക്കാമണിയാണോന്ന് ചോദിച്ചു തന്നാ കവറിന്റെ അകത്ത് ഇരിപ്പോണ്ട് ഹോസ്പിറ്റലിൽ കയറി ഒട്ടിച്ചു വയ്ക്കാൻ പറഞ്ഞു. അത് അല്ല അല്ലെങ്കിൽ അത് വർക്കാകത്തില്ല. നമുക്ക് ഇവനെ സ്ഥിരം ഹോസ്റ്റേജ് ആയിട്ട് പ്രഖ്യാപിച്ചാലോ? അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. അവിടെ ലെഫ്റ്റ് എന്തോ ബൈക്കില് ഇറങ്ങി ഇറക്കാവന് ആ സാധനം നിലത്തിറക്കി. ഗിവിംഗ് ചുക്കാമണി ബാക്ക് അല്ല കൊടുത്തു അവന്റെ സഞ്ചിയിലിട്ട് തിരിച്ചു കൊടുത്തു. നീ പേടിക്കണ്ട. ആര് എടാ അവനോട് മാസ്ക് ഊരൂല അവൻ. മാസ്ക് ഊറാ ഗണ്ണേമില്ലാണ് മാസ്ക് ഊര ബ്രോ. എടാ നിനക്ക് അലർജി ആണെങ്കിൽ കച്ചിലാണ് മോന്തയ്ക്ക് വെക്കേണ്ട. വെപ്പമൂടിയൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തിന്റെ അലർജി നിനക്ക്? സാധനത്തിന്റെ അലർജിയാണോ നിനക്ക്? എന്താ വാമ്പയറിന്റെ കുഞ്ഞാണോ നീ? അറിയത്തില്ല ബ്രോന്നോ? എനിക്ക് അപ്പോഴേ മനസ്സിലായി നിനക്ക് തലയ്ക്ക് പ്രശ്നമാണ്. തിരിച്ചു വെക്കണ്ട, ഇങ്ങിട്ടാ മതി. ഇവിടെ വെയിലടിക്കത്തില്ലല്ലേ? ഒന്ന് ജസ്റ്റ് നൈസ് ആയിട്ടൊന്ന് വെയിലത്ത് ഇറങ്ങി വന്നേ. പെട്ടെന്ന് ആ ചെക്കന് ശരിക്ക് വേനിക്കുന്നുണ്ട്. വെച്ചോ ജോമൻ അങ്ങ് എടുത്തേക്കുന്നു. ഡാൻസ് കളിച്ചാ കളിയടാ. ഹലോ പറയൂ സിംഗ്. പരിപാടി എന്ന് പറഞ്ഞു ഇപ്പൊ വന്നിറങ്ങിയതാ. ഒരുത്തനെ പൊക്കിങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കർ എടു. ആര് ലൗഡ് സ്പീക്കർ എടു. ഹലോ ജോനാൻ ബ്രോ. അറിയോ ബ്രോ? എന്നെ അറിയോ ജോനാൻ ബ്രോ? അന്ന് നമ്മൾ കണ്ടു പരിചയപ്പെട്ടില്ലായിരുന്നു? അന്ന് ഹെൽമെറ്റ് തലയാനും മറ്റേ ജോനാൻ ബ്രോ ഹെൽമെറ്റ് തലയല്ല ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മറ്റേ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഫെലിക്സ് ബ്രോയും പിന്നെ കൂപ്പർ ബ്രോയും ഒക്കെ നിന്നപ്പോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ചിക്കു ആ എവിടെ നിങ്ങളെവിടെ? ഞാൻ 8238 വരാൻ പറ. 8238 വരാം. ഇതിപ്പോ ആരെ വിളിക്കണ? 8238 പെട്ടെന്ന് വരാൻ പറ. വെള്ളത്തിന്റെ അടുത്തോ? ഞാൻ ഇവിടെ പുല്ല് വെട്ടുന്നിടത്തോ? എനിക്കറിയില്ല. ബോധം വന്നപ്പോ ഞാൻ ഇവിടെയാണ്. ഞാൻ നമ്പർ എത്രയൊന്നൂടി പറഞ്ഞുതരുമോ? 82 ആ ഓക്കെ ഓക്കെ വരുന്നു.
അപ്പൊ നിന്റെ കണ്ണുണ്ടോടാ? ലൊക്കേഷൻ അയക്കാവോ? നീ മെസ്സേജ് ഗണ്ണില്ലേ? വല്ല അയച്ച? നീ നിന്റെ 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 പേരെന്തായിരുന്നു? ജോഹാൻ. അപ്പൊ ജോഹാൻ ഇനി എന്നാണ്? ഓക്കെ എടാ, നില്ല ജോഹാൻ ഞാൻ നിനക്ക് ഞാനൊരു കത്തി തരാം നിന്റെ സേഫ്റ്റി പർപ്പസിന്. ഇത് കൊണ്ട് ആ വരുന്ന ചിക്കു എന്നല്ലേ പറഞ്ഞ ആള്, ചിക്കു എന്ന് പറയുന്ന ആളെ ഹോസ്റ്റേജ് എടുക്കാം. വാ, നെക്സ്റ്റ് ഹോസ്റ്റേജ്. താത്തിക്കോ ഒരു പ്രശ്നമില്ല. എടാ നമുക്ക് പുതിയ ഹോസ്റ്റേജിനെ കിട്ടിയിട്ടുണ്ട് പർപ്പിളെ. ആരാ? ഇപ്പൊ കണ്ട ഇവനെ ഒരാൾ വിളിച്ചില്ലേ, അവൻ എന്തായാലും ഇവനെ എങ്ങോട്ട് വിളിച്ച് വരുത്തും. അപ്പൊ ഇവൻ കത്തി കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തി നമുക്കായിട്ട് ഹോസ്റ്റേജ് ആയിട്ട് തന്നോളൂ. ഓക്കെ സെറ്റ്. ജുവലറിക്ക് പീടിയില്ലല്ലോ, അത്രയും ജൂലൈ നടന്നിട്ടില്ലേ? പീടി 7 വരെ ഉള്ളു. വീഡിയോ എത്ര പേരാണോ? പീടി ഐ തിങ്ക് ഇറ്റ്സ് 8 or 9, 8 or 9. ഒരെണ്ണത്തിന് 70,000. ഹലോ, എന്താണ് ബ്രോ മിണ്ടാത്ത? എന്റെ പേര് പർപ്പിൾ. സിറ്റി വന്നിട്ട് 2 ദിവസം ആയതല്ലോ. പണിയൊക്കെ എടുത്തോ? പണിയെടുത്ത് വണ്ടി മേടിച്ചു. ഏത് വണ്ടി മേടിച്ചേ? എന്തോ അതിനെത്ര രൂപ? കൊള്ളാൻ വണ്ടി പച്ച. ഓക്കെ, എന്ത് ചെയ്യുന്നു? അല്ല ഓസിയില് കോളേജ്. സ്ഥലം പോസ്റ്റ് ചെയ്യാൻ തന്നെ സത്യം മാത്രം തന്നെ. ആകെ ഞങ്ങളെ താല്പര്യത്താൽ മാറ്റാൻ പറ്റും. എന്താ സീൻ എന്തേലും? എവിടാന്ന് ചോദിച്ചപ്പോ US ഒന്നുമില്ല. അങ്ങനെ പറയല്ലേ, ഇന്ത്യയിൽ എവിടാ? അങ്ങനെ പറയാ. ആളിപ്പോ USA ലാണ്. കഞ്ഞിക്കുഴി. ഞാൻ കാനഡ. നീ എവിടാ? നീ എവിടാ? ഞാൻ ഉസ്ബെക്കിസ്ഥാൻ. പറയാൻ കുറച്ച് പാട് കിട്ട്. പാടില്ലാത്ത സ്ഥലം പറഞ്ഞോ. എന്റെ സ്ഥലം പറയാം, ഇഷ്ടമുള്ള വിചാരിച്ചോ. USA എല്ലായിടത്തും ഉണ്ട്. ദൈവ യുഎസിലെവിടെ? യുഎസില് ജംഗ്ഷൻ ഒന്നും പറയല്ലേ. ജോഹാന നിന്റെ യുഎസിലെ സ്ഥലം പറഞ്ഞോട്. കാലിഫോർണിയ. കാലിഫോർണിയ ഞാൻ 2-3 പോകുന്നു.
കേൾക്കാവോ ആ പറഞ്ഞോ എന്താ പറഞ്ഞോ ഓർമ്മ കേട്ടില്ല എടാ I think നിന്റെ he's മൈക്ക് coming. I നാളെ think he's ശരിയാക്കി coming. കൊണ്ട് വരണം. I think he's coming. I think he's coming. That Chiku. നീ പറയുന്ന ഒന്നും ക്ലിയർ അല്ല. Come on, come on. ഡേ ഇപ്പഴാരും ഗണ്ണേമയല്ലേ പറപ്പളവാ. ഇവിടെ എന്റെ ഫുഡ് എവിടെ പോയി? ഞാൻ ഫുഡോ എവിടെ പെങ്കിൻ തലേൻ? എടാ ഹെൽമെറ്റ് തലേൻ. ആ. വെയിറ്റ് ബ്രോ. ബ്രോ ഒന്ന് ഒറ്റ കഴിവൊക്കെ മിനിറ്റ് ബ്രോ. ബ്രോ ഒന്ന് ഞാൻ കഴിവൊക്കെ. ആ. ഒറ്റ മിനിറ്റ് ബ്രോ. ഇപ്പൊ കൈപൊക്ക് കുഞ്ഞെ, ആരെയും കൈപൊക്ക് വിളിക്കാം. കുഞ്ഞെ. ഫോൺ എടുത്താ ഓ അല്ല എങ്ങനെയാ കൈ പൊക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. ആ അത് എക്സ്. ഓക്കെ ആ അത്രേ ഉള്ളൂ. കൈ പൊക്കിയത് കണ്ട എത്ര സ്പീഡിലാന്ന്. നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? അതെന്തൊരു എടാ 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 എന്റെ പേര് ചിക്കു. ജോമനെ ഫുൾ നെയിം? നിന്റെ ചുണ്ണിയെ മുറിച്ച് പാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതിപ്പോ Full name പോയി എന്താ? ഒട്ടിച്ചാന് കൊട്ടിച്ചേരും. ജോനാനല്ല ഇത്, ജോമോനാണ്, ജോമോൻ. ഇത് ഞങ്ങളുടെ ജോമോൻ. പരിചയപ്പെടുന്ന കാര്യമില്ല. ഞാൻ ഇന്ന് ആവശ്യമുണ്ട്. അത്യാവശ്യം ഇതിന്റെ വണ്ടിയുടെ ബാക്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് പൂട്ടിയിടും. പുറത്തെടുക്കും. പിന്നെ ഞങ്ങൾ ഇതിനെ കുറച്ച് മുട്ടിലിരുത്തും. ഐ മീൻ അങ്ങനെയല്ല, പിന്നെ കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുട്ടിലിരുത്തും. ബ്രോ ഗണ്ണം നിയമേണ്ട ഞാൻ ഒട്ടി ഓടി പോകത്തില്ല. ഇല്ലല്ല പോവില്ല, പോയി പേടിക്കണ്ട. ഞാൻ ഓടിപ്പോയി. ഒരു സ്ഥലത്തില്ലടാ. അടങ്ങില്ലടാ. ഓ ഞാൻ ഓടി പോവാണെങ്കിൽ ഈ പെങ്കിമോനെ കൊന്നാ മതി. എനിക്ക് ഇവിടെ ഈ പെങ്കിമോനെ മാത്രമേ അറിയത്തുള്ളൂ. എന്റെ പേര് ചിക്കു. ചിക്കു ചിക്കു ചിക്കു. ഫുൾ പേര് പറയടാ. ആ ചിക്കു ചിക്കു. വെറും ചിക്കു ആണ് നീ. അല്ല മിസ്റ്റർ ചിക്കു. മിസ്റ്റർ മിസ്റ്റർ ചിക്കു. നീ അതല്ല ആരോട് ചോദിച്ചത് വിളിച്ചോടാ മിസ്റ്റർ ചിക്കു ആയ? മിസ്റ്റർ ചിക്കു. എടാ അടിക്കില്ല 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 ആരടിച്ച്? അടിക്കില്ല അടിക്കില്ല. ബാറ്റ്മാൻ അടിക്കല്ലേ. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ നീ തോക്കെടുത്ത് വെച്ചു. നീ ചോക്കെടുത്ത് അയച്ചു വെച്ച്. നീ തോക്കെടുത്ത് നീ തോക്കെടുത്ത് സിഗ് പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റി വെച്ചാണ്. ചിക്കു, മിസ്റ്റർ ചിക്കു. ഓ നീ ആരോട് വെച്ച മിസ്റ്റർ ചിക്കു എന്ന് പേര് വെച്ചേ? എനിക്കൊന്നും അറിയില്ല. എന്റെ ഉപ്പിയും ഉമ്മിട്ട പേരാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഓ അപ്പൊ കുഴപ്പമില്ല. നിന്നെ നമ്മൾ ഹോസ്റ്റേജ് എടുക്കുകയാണ്. 10 ലക്ഷം രൂപ തരാതെ വിടത്തില്ല. ഇപ്പൊ തരാൻ ആരുണ്ട്? 10 ലക്ഷം ആര് തരും? നീ തരണം. പിന്നെ guys, എനിക്കറിയണ ആകെതായി പെങ്കിൻ തലേ മാത്രമേ ഉള്ളൂ ഇവിടെ തെറ്റിരി. അയ്യോ എന്തേലും പൈസ ഒന്നുമില്ല guys. ഡേയ് 10 ലക്ഷം തരണം. പിന്നെ ജോനാൻ ബ്രോനെ അറിയാം. ജോനാൻ ബ്രോ ഒരു ഹെൽമെറ്റ് അടക്കുന്ന ജോനാൻ ജോനാൻ ബ്രോനെ അറിയാം. എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ജോനാൻ ബ്രോയാണ്. ഇവിടെ കേട്ടിട്ടില്ലല്ലോ. എനിക്കറിയില്ല. ഇവർക്ക് ഞാൻ ഫോൺ വിളിച്ചോടെ ഒന്ന് വിളിച്ചോടെ ഒരു ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റ് തലേന് ഹെൽമെറ്റ് തലേ. ഒരുത്ത ഇവിടെ വണ്ടിയിൽ വന്നിട്ട് നമ്മളെ സ്കെച്ച് ഇട്ടിട്ടാണ് പോയത്. അതെ 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 അവനാണോ? ഞാൻ വിളിച്ചു നോക്കട്ടെ. ഞാൻ വിളിച്ചങ്ങോട്ട് വരും. വിളിക്കുന്നു വേണ്ട ഫോൺ എടുത്തു. ജോമനെ ഫോൺ എടുത്തിട്ടില്ല. ജോമനെ റേഡിയോ 17. ഫോൺ എടുക്കരുത്. ടിക്കു ബ്രോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ ടിക്കു ഒരു കാര്യം ചോദിക്കട്ടെ? പറ 1 2 ഈ 3 ബ്ലേഡ് കാണുന്നുണ്ടോ എനിക്ക്? ബ്ലേഡോ എവിടെ? ഇത് ഞാൻ മാസം നീ കാണുന്നില്ല ഇതിന്റെ കയ്യിലുള്ള സാധനം? ഓ അത് കത്തി. കത്തി കാണുന്നില്ലേ? ഈ നിനക്ക് ബഹുമാനില്ലേ? എന്റെ കൈ താത്തിയില്ല. കൈ കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നില്ലേ? നിനക്ക് എന്റെ കൈ കാണുന്നില്ല. കാണാത്ത സാധനത്തിന് പിന്നെ ഇവിടെ എന്നല്ലേ ചോദിക്കേണ്ടത്? നിനക്ക് എന്റെ കയ്യിൽ കണ്ടു ഈ സാധനം കാണുന്നുണ്ടോ? തോക്കല്ലേ? കത്തി ഇവിടെ പോയി. തോക്കായാ? ഞാൻ തോക്കൊന്നും പിടിക്കാറില്ല ബ്രോ. ഞാൻ കത്തി മാത്രമേ പിടിക്കാറുള്ളൂ. ആള് മാറിപ്പോയി. അപ്പൊ ഈ സംഭവം ഞാൻ ഇങ്ങനെ കേറ്റി ഇറക്കാനുണ്ടല്ലോ. നീ എന്ത് ഉദ്ദേശിക്കുന്നേ? കത്തിയുടെ കാര്യടാ. കയ്യിലൊരു സാധനം. ഇല്ല ആ പെങ്കിന്റെ ആള് ശരിയല്ല. കേറ്റി ഇറക്കുന്ന കാര്യമൊക്കെ പറയുന്നു. കേറ്റി ഇറക്കുന്ന കാര്യമൊക്കെ പറയുന്നു. നമ്മളെ 822 സംതിങ് ഒരു സ്ഥലത്ത് നല്ല അടിപൊളി സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രോ ഹലോ ഹെൽമെറ്റ് തലേ ബ്രോ അല്ല ഈ ബ്രോ അല്ല ഹെൽമെറ്റ് ഇട്ട ബ്രോ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞ ഈ തലയിൽ ഇങ്ങനെയില്ല. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ബ്രോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രോയ്ക്ക് പ്രശ്നമുണ്ട്. തുള്ളിച്ചാടിയോട്ടിരിക്കുന്നു. അല്ല പുള്ളി ഇച്ചിരി അഗ്രസീവ് ആണ്. അനങ്ങി കഴിഞ്ഞാൽ പുള്ളി വീശും. എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രോയുടെ കൂടി നിൽക്കുക ബ്രോ. അതെന്തിനാ നീ പറയുന്നത്? എനിക്ക് ആ ബ്രോനെ ശരിയല്ല. അത് എനിക്കത് അത് ശരിയാവുന്നില്ല ബ്രോ. നീ എന്തിങ്ങനെ ഒട്ടിക്കുന്ന വെച്ച് മാറിയില്ല. ഇതെന്തിന് ബ്രോ
നീ എന്തോ ഹൽക്കോ? അതെങ്ങനെയാണ് അവൻ അങ്ങ് പോയത്? നമ്മളൊന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടേ. ഒരുത്തൻ അടിച്ച് മൂലക്ക് കയറ്റിയിരിക്കുന്നു. ഇന്നലെ ഇന്ന ഇതേപോലെ വേറൊരു ടീം ചെയ്തായിരുന്നു ബ്രോ. ഇതേപോലെ ഞാൻ എനിക്ക് ഇവിടുത്തെ ഭയങ്കര എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളാണ്. വണ്ടി എടുത്ത് പോയ പ്രശ്നം, വണ്ടി എവിടെ തട്ടിയ പ്രശ്നം, ആൾക്കാരുടെ മുന്നിൽ പോയ പ്രശ്നം, എവിടെയും വണ്ടി നിർത്തിയ പ്രശ്നം. അപ്പൊ ഞാൻ ഒരു പമ്പിൽ പോയി എണ്ണ അടിക്കാൻ പോയ ടൈമിൽ ഒരാളോട് ചോദിച്ചു. ഒരാള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആളോടത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, ബ്രോ ഏത് സൈഡിലൂടെ വണ്ടി ഓടിക്കണ്ടെന്ന് ചോദിച്ചു. അയ്യോ എന്റെ പുതിയ കടന്നൽ കൂടത്തിൽ നിന്ന് ആൾക്കാർ വന്ന് 4 സൈഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ബ്രോക്ക് വണ്ടി ഓടിക്കാൻ ആർക്കെങ്കിലും വണ്ടി ഓടിക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ റോങ് സൈഡ് കൂടെ കയറി ചെന്ന് ഇടിച്ചിട്ടൊരു ഐശ്വ ആവണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാ ഞാൻ. അത് ഭയങ്കര സീനായി പോയി. എന്നിട്ട് അറിയത്തില്ല എന്നോട് അവര് പറഞ്ഞു ഞാൻ ഹോസ്റ്റേജ് എടുക്കാന്ന് പറഞ്ഞു. അറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. എല്ലാരുടെ കയ്യിലും ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും കൂടി 3-ാമത്തെ ദിവസം. അറിയാവുന്നോണ്ട് പറയാ. നടന്നില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോഡ് സൈഡോടെ പോകുമ്പോ ഏത് സൈഡിൽ കൂടെ വണ്ടി എടുക്കുന്നത് ചോദിച്ചത് വേണ്ടിട്ട്. എന്നിട്ട് അത് 5000 ഡോക്ടർ സാർ എനിക്കും വേണം. എന്നതും കൂടെ അയച്ചോട്. ഓക്കെ. എന്റെ മോനെ നിന്നൊക്കെ കൊണ്ട് എനിക്ക് ഷിബു ഇവനെ കൂട്ടണം. ഷിബു ഇവനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ ഇവനെ? അടുത്ത ഞാൻ ബസ്. ബ്രോ, ഫെലിക്സ് ബ്രോ അവരുടെ കൂടെ അവരെന്തോ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂടെ പോയി. എന്നിട്ട് അവര് പോകുന്നതിന്റെ ഇടയിൽ അവര് വണ്ടി ഇടിച്ച് അവർ രണ്ടുപേരും ചത്തുപോയി. അപ്പൊ പിന്നെ മൊത്തം അങ്ങനെയാ, ഓരോരുത്തർ വരും, ഓരോരുത്തരുടെ വണ്ടി കയറും, അങ്ങനെ റൈഡിങ് ചില്ല് വൈബ് അത്രയും. ഇന്നലെ ഞാൻ സ്വർഗ്ഗം നരകം ഒരുമിച്ച് കണ്ട്. പിന്നെ ഏതൊക്കെയോ വണ്ടിയിൽ പോയിട്ട് വളരെ നല്ലൊരു ഇൻഫോ ഇട്ടിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ പറഞ്ഞോട്ടെ, 8200 ബീച്ച് സൈഡ് ിരിക്കുന്ന മൊത്തം സുന്ദരിയായ കൊച്ചുകൾ അവിടെ ഇരിക്കുന്നു. നല്ല അടിപൊളി ഡ്രസ് ഇട്ടിട്ട് എന്തോ സംഭവം നടക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സെറ്റാക്കാം. ബ്രോ ഒരു കാര്യം പറയട്ടെ, ഈ നിങ്ങളുടെ ടീമിലെ വലിയ ആൾക്കാർ ആരാണ് ഈ ടീമിലെ മെയിൻ? ഈ ബ്രോയാണോ? ഞാൻ വിചാരിച്ചു ഈ ബ്രോയാണെന്ന്. ഞാൻ വിചാരിച്ചു ഈ വൈറ്റ് ഷർട്ട് ഇട്ട ബ്രോ ആണെന്ന് വിചാരിച്ചു. ഈ ബ്രോക്ക് അതിനുള്ള കഴിവുണ്ട്. വൈറ്റ് ഷർട്ട് ഇട്ട ബ്രോക്ക് അതിനുള്ള കഴിവുണ്ട്. എന്റെ പേര് ചിക്കു. ഞാൻ പറഞ്ഞത് സംഭവം എന്താന്ന് വെച്ചാല്, ഈ പെങ്കിന്തലയും ബ്രോയുടെ കൂടി ഫ്രണ്ടാണോ? ഇവിടെ പോയാ ആണോ? സംഭവം എന്താന്ന് വെച്ചാല്, ഞാൻ സിറ്റിയിൽ വന്ന് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ ചില്ലിങ് ആണെന്ന്. അപ്പം ഞാൻ കുറച്ചു നേരത്തിന് ഒരു കാര്യം പറയട്ടെ. ഹലോ ബ്രോ സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ നിൽക്കുന്ന ടൈമില് മറ്റേ ഗുണ്ടബിനെ അറിയോ? മുതുക്ക് സൈഡിൽ കുറച്ച് പെൺപിള്ളേർ. എടാ പിക്കിനിട്ടെന്നാ കേട്ടത്. ഇവൻ ഗേ ആണ്. ജോമോനെ നീ ഗേ ആണ്? ജോമോനെ വി സപ്പോർട്ട് എവറി കളർ ബട്ട് നോട്ട്. ഹലോ ബ്രോ. ഞാൻ നമ്മുടെ
എന്ത് ചെയ്യാനാ? Are you watching the Thals? Oh, thank you. Who is another one? What the hell is that? ഇവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വരുന്നുണ്ട്, ഒറ്റയ്ക്ക് പോകല്ലേ. Get in the car. ഞാൻ എന്റെ വണ്ടി ഉണ്ട്, ഞാൻ പിന്നെ കൂട്ടി വരാം. കൂട്ടിക്കൊണ്ടോ? ഓക്കെ ബി സൈഡ് 8,200. ജോനാനെ വിളിച്ചു നോക്കി നീ. ഞാൻ അവനെ തപ്പി എടുക്കുന്നു, അവനെ കാണുന്നില്ല. വേഗം വിട്ടോ, പർപ്പിൾ വിട്ടോ, ഞാൻ വരാം. ബാബാ നീ വണ്ടി Purple. പോട്ട് ഫ്രണ്ടിലോട്ട് എടു. ഹലോ ജോനാനെ, എവിടെ ജോനാനെ? സേവ് ആയിട്ട് പോകണം കേട്ടോ. മുതുക്കുന്ന എന്റെ പൊന്നു ജോനാനെ, ഒന്ന് പറയണ്ടേ? എവിടെ ഞാൻ ഇങ്ങോട്ട് വന്ന് അവരെന്നെ ഗണ്ണേമിൽ നിന്നപ്പോ ആ കൂട്ടത്തിൽ ആരല്ലെന്നറിയോ? നമ്മുടെ പെങ്കിൻ തലയനുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, പെങ്കിൻ തലയൻ ഞാനും ബഡ്ഡിയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അവരങ്ങോട്ടും എന്നെ കൊണ്ടുപോകുന്നുണ്ട്. എന്റെ സംഭവം ഒന്നും അറിയത്തില്ല, എന്തോ പെങ്കൊച്ചോ പെണ്ണ് കേസോ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. നീ എവിടെയാണ്? അതൊക്കെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അതെന്തിക്കടാ, ഇതാരാ ഈ സംസാരിക്കുന്നവരാ? എനിക്ക് സേവ് ചെയ്തോട്ടോ, ഞാൻ കയ്യിൽ സേവ് ചെയ്യണം. ബ്രോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എനിക്കിപ്പോ കണ്ടു പരിചയപ്പെടുന്ന നിങ്ങളെല്ലാവരും ഉള്ളൂ. എന്നെ ആ ജോനാൻ ബ്രോനെ ആരാ തട്ടിക്കൊണ്ടുപോയി അവനൊന്ന് ഹെൽപ്പ് ചെയ്യോ കണ്ടുപിടിക്കാൻ? ആ ജോനാൻ ബ്രോനെ നമ്പർ അയച്ചു തരാം. നിന്റെ നമ്പർ കൊടുത്തവനെ. ബ്രോ ഹലോ ബ്രോ, മറ്റേ പൊളിപ്പിത്താലുള്ള ആൾ ഇവിടെ ഉണ്ടോ? ഹലോ, വൈറ്റ് സ്കേർട്ട് അല്ല, അയ്യോ വൈറ്റ് മറ്റേ ബ്രോ മറ്റേ ജോനാൻ ബ്രോനെ ആരാ തട്ടിക്കൊണ്ട് പോയി പറഞ്ഞിട്ട് കോൾ ചെയ്തായിരുന്നു. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യോ അവനെ കൊണ്ടുവരാൻ? ഒന്ന് നമ്പർ വാങ്ങി ചിക്കുവിന്റെ അടുത്തുനിന്ന്. ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോയി ഒരാളെങ്ങനെ വിളിച്ചു വരുത്തിയാ. Purple, did you get the name? നമ്പർ ജോണിന്റെ നമ്പർ പെങ്കിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. കയ്യിലുണ്ടാ? എനിക്ക് നിന്റെ നമ്പർ ഒന്ന് അയച്ച്. നിന്റെ നമ്പർ എന്റെ ഇല്ല. വണ്ടി എടു. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാതെ, ഒരാള് ഫോൺ എടുക്കാൻ പറയുന്നത്, ഒരാള് വണ്ടി എടുക്കാൻ പറയുന്നത്. എടാ അവൻ തിരക്കുന്ന ജോഹാനും അത് തന്നെ, അവൻ തിരക്കുന്ന ജോഹാനും നമ്മളെ കൂടെ ഇരിക്കുന്ന ജോഹാനും ഒന്നാണോ? അതെ, അത് നേരത്തെ പറയണ്ടടാ എന്റെ അടുത്ത്. അതല്ലേ ഡ്രസ് ഷോപ്പിൽ പോകുന്നത് പറയണം. ഞാൻ അറിയുന്നോ ഡ്രസ് ഷോപ്പ്? എങ്ങനെയുണ്ട് ചിക്കു സ്ഥാനം? ഞാനും ഡ്രസ് ഇട്ട് വരാം. എവിടുന്നാ കിട്ടിയെന്നാ? നീ എന്താ ചിക്കു പറയുന്നേ? നീ എന്നെ അങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? ഞാൻ സിറ്റിയിലെ ഓ അങ്ങനെ അപ്പൊ കുഴപ്പമില്ല. ഇത് ഞാനെന്ത് എല്ലാം പറ്റും. ഓ പിന്നെ അതെ, അങ്ങനെ ആൾക്കാരെ പറ്റിക്കാനും. നീ വലിയ പാവമൊന്നുമല്ല. 4 ആൾക്കാര് ഗണ്ണമ ചെയ്തതില് നീ പതറാതെ നിന്നില്ലേ? അപ്പൊ നിന്റെ മനസ്സിലാകാൻ എനിക്ക് തന്നെ മനസ്സിലാവുന്നു. നീ വലിയ പാവമൊന്നും അങ്ങനെയാണെ കുഴപ്പമില്ലപ്പ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നിന്നെ 4 ആള് ഗണ്യം ചെയ്തപ്പോ നീ പതറാണ്ട് അവിടെ നിന്നളഞ്ഞില്ലേ? അത് നിന്റെ
അത് നീ കൊള്ളിച്ചു പറഞ്ഞ പോലെ എനിക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തായാലും. സൗണ്ട് ക്ലിയർ ആണോ? എന്റെ ഒരു പുറപ്പെടും. എനിക്കെന്താ കരച്ചില് വരുന്നത് നീ ഇത് പറയുമ്പോ? എല്ലാവർക്കും ഹേർട്ടിങ് അല്ലേ? അവന്റെ പേര് ഞങ്ങളൊരു പണ്ടത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മിസ്റ്റർ യാബു എന്ന പേര്. യാബു അതെ തന്നെയായിരുന്നു. വാ തുറന്ന അപ്പടി ഇട്ടു. ഡ്രസ് മാറിട്ട് പെട്ടെന്ന് വേണ. ഞാൻ ഡ്രസ് ഒന്നും മാറുന്ന നിങ്ങൾ മാറിക്കും. ജോഹാനെ പിടിച്ചെന്ന് പറ കണ്ടുപിടിക്കുന്ന പറ. എടാ ബ്രൂസേ ഒന്ന് വാടാ. ചുമ്മാ ഇതാണ് ഒറിജിനൽ ഡ്രസ് ബ്രോയുടെ. ഇത് ഏതാ ഈ പൂക്കി തണ്ടി? അവൻ എന്ത് ഇതിനകത്ത്? Bruce is on the way. Guys. Johanna. എടാ റോബോട്ട് കളിക്കാതെ വന്നെന്ന് കേറണം. ഇവ ഇടയ്ക്കിടയ്ക്ക് എന്താ ഉറങ്ങി പോണ? ഒരു തള്ളു കിളമ്പോ ശരിയാവും. ഡാ ബ്രൂസേ, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ? പോട്ട്. എടാ മറ്റേ പേരെന്താ? ജോനാഥൻ. എന്ത് ജോഹാൻ? നമ്മളെ റേഡിയോയിലോട്ട് നോക്കടാ. അതല്ല മറ്റേ ഇവനെ കാണാനായിട്ടൊരു ചെറുക്കൻ നിക്കുന്നില്ലേ? ചിക്കു. ചിക്കു അവൻ എന്തി? അവനെവിടെയാണ് എന്തോ. അത് ജോണി കൊണ്ട് വെള്ളത്തിൽ നോക്കി കാണും. 8200 വേം വാ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഏകദേശം 8200 ടീസ്ലേഷ് ഹോസ്റ്റലടിച്ച് നോക്കും. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ 8220 അല്ലേ ഇത്? ആ 8200 താടാ പോട്ട്. ഇവിടെയാണോ പാർട്ടി? ഇതൊരു വീടല്ലേ? പുതിയൊരു വീടൊക്കെ ഉണ്ട് ഇവിടെ. വലിയ എപ്പോഴും ഉണ്ടല്ലോ അതിന്റെ അകത്ത് ഇറങ്ങി. ജോനനെ ഓ സേഫാ എന്നാ എന്റെ പെങ്കിൻതലയെ രക്ഷിച്ച്. പെങ്കിൻതലയൻ ഓ ഞാൻ പറഞ്ഞതാ ഈ ബ്രോഡ് പറഞ്ഞതാ.
ബ്രോ എന്നോട് ഒരു സഹായം ചോദിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ താങ്ക് യു ബ്രോ, താങ്ക് യു. ഇതാര് അമ്പത്തൂരാ? അമ്പത്തൂര് അമ്പത്തൂര് ഇത് ജോനാന്, ഇത് ജോനാന്. പറ പറ പറ. അയ്യോ അയ്യോ, ഞാൻ വണ്ടിയിലോട്ട് കയറുന്നു. ഇതാര്? എടാ കൊച്ചിറക്കാടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവാൻ മേൽക്കായൊക്കെ എന്റെ പിള്ളേരാ. ഒരു മിനിറ്റ് ബ്രൂസ് എങ്ങനെ വന്നെ? എടാ എന്തിനാ കേൾക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കത്തിരിക്കുന്ന പോലെ തന്നെ. ആ കുഴപ്പമില്ല, അത് വിട്. നമുക്കൊരു സ്കീം വന്നിട്ടുണ്ട്. 70,000 രൂപയ്ക്ക് നമുക്ക് മറ്റേ തുളസി മേടിക്കാം. നമുക്ക് വിൽക്കുന്ന സമയത്ത് 1.30, 1.40 വരെയൊക്കെ വിൽക്കാൻ പറ്റും. അത് വിൽക്കുന്ന 70,000 കിട്ടുന്നുണ്ട്. 1000 തുളസി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അതെ 1000. നീ തുളസിയുടെ കാശ് വിട്, കാശ് ഒപ്പിക്കുന്ന കാര്യം ഞാൻ സംസാരിക്കുന്നത്. വെയിറ്റ് ആക്ക്. സൈമൺ ഭായ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡീൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇതോ 1000 തുളസി. തുളസി എനിക്ക് വേണടാ. മാവ് വല്ലതും ഉണ്ടാ? ചോദിച്ചോട്ടെ. മാവ് അവരുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഞാൻ എന്തായാലും നോക്കട്ടെ, ചോദിക്കട്ടെ. എനിക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അതന്നെ 7 കോടി. സിംഗേ, എടാ ജോൺസനെ എന്തായി? മാവുണ്ടോ? ജോനാന എന്താ പരിപാടി? ഇതാരാ ചെറിയ കുട്ടി? ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. ഇന്ന് തുളസി എടുക്കാൻ പറ്റും. ജോനാനെ മാമാന്ന് വിളിക്കുന്നവൻ. ഓക്കെ, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിട്ട് വിളിക്കാം. എന്തെങ്കിലും ഒപ്പിച്ചാ? പിന്നെ മാമാന്ന് വിളിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ ആൾക്കാരെന്തിടാ? അറിയത്തില്ല, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. അശ്ശീ. എടാ നിനക്ക് പറ്റിയ ബ്രോക്ക് പറ്റിയ BGM അവിടെ പോയിരുന്നാ മതി. പറ്റിയ BGM ഉണ്ട്. എന്നെ കൊണ്ടുപോകും, അതാണ് ഞാൻ പോകുന്നില്ല. ഈ ഷർട്ടിലാണ് നിൽക്കുന്ന ആളത്. ടൈസൺ ബ്രോ, ഇതെന്നെ തക്കുടുമോൻ. മോന്റെ പേര് പിബു. ഇത് PIBU. ഇതാ ഈ കുട്ടി. ഇത് പേര് പിബു. ആ ബാക്കിൽ നിൽക്കുന്ന ഹെൽമെറ്റ് ഇട്ട പയ്യന്റെ പേര്, അത് പേര് പറഞ്ഞോട് മോനെ. ജോനാന്. അതെ, ജോനാന്. ഈ ബാക്കിലിരിക്കുന്ന ഷിക്കു. ഇതിനെ നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും, പർപ്പിൾ. ഞങ്ങൾ പപ്പടം എന്ന് വിളിക്കും ചില സമയത്ത്. ഓക്കെ, ഇതാണ് ടൈസൺ. ജോനാണ് ടൈസൺ, മിസ്റ്റർ ടൈസൺ. ഇത്രയും വലിയ വീട് കണ്ടിട്ട് കുറച്ചൊന്ന് ബഹുമാനിക്കുക. കോടീശ്വരന്മാരെ കണ്ടോന്ന് ബഹുമാനിക്കാൻ പഠിക്കും. ഷിക്കു, കോടീശ്വരന്മാരെ കണ്ടോന്ന് സംസാരിക്കും. ഞാൻ ആദ്യം തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു. വണ്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാ പിബുമോനെ വണ്ടിന്ന് ഇറങ്ങിയേ. ആ മാമാര് നിക്കുന്ന കണ്ടില്ലേ? മാമാരെ വണ്ടി കയറി നിൽക്കല്ലേ. എന്നിട്ടുണ്ടോ? ആ ഗുഡ് ബോയ്, നല്ല കുട്ടി കേട്ടാ. ഞാൻ ആ സൈമൺ സാറോട് ഒരു ഡീല് സംസാരിക്കണ്ട. ഇപ്പൊ വരാം. വീടിനുള്ളിലൊക്കെ ഒന്ന് കേറി കാണാം. എവിടെന്തെങ്കിലും കാശുള്ളതുകൊണ്ട് എടുത്ത് മാറ്റി. പൊട്ടന്മാരെ പണി തുടങ്ങി. ടൈസ ആ കിളിച്ചുണ്ട ശരിയില്ലട്ടാ, കിളിച്ചുണ്ട ശരിയില്ല. ഇവിടുന്ന് പൈസ കട്ടി അടിച്ചു മാറ്റിക്കോന്നൊക്കെ പറയുന്നുണ്ട്. അവനെ നോക്കിക്കോ. സാധനങ്ങളൊക്കെ പോണ നോക്കിക്കട്ടെ. ബോങ്ങിന്റെ കുപ്പിയൊക്കെ എണ്ണം കുറയണ നോക്കിക്കോണ്ടിയെ. അതൊന്നും ഞാൻ റയറാ കിട്ടൂല ഇവിടെ. ഞാനിത് കണ്ടപ്പോ തന്നെ നേരത്തെ ഓടിപ്പോയി. എടുത്തു കൊടുക്കുമ്പോ മാറിപ്പോ വേണ്ട, മാറി എടുത്തു കൊടുക്കണ്ട. അത് പണിക്കുള്ളൂ. അത് ഞാൻ എന്റെ ഇഷ്ടത്തിനൊരു ഗണ്ണ് പണിയിക്കായിരുന്നു. പണി കഴിഞ്ഞു. വീട് ലോക്കായി വന്നു.
ഹലോ അത്യാവശ്യം നല്ല വ്യൂ ബാക്കിലേക്ക് ബീച്ചല്ലേ. കൊള്ളം ബ്രോ, നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ബീച്ചിലോട്ട്. താങ്ക്സ്. ഞാൻ ഈ ഒരു വീട് തന്നെ സെലക്ട് ചെയ്തത് കാരണം മറ്റേ വീടുകളിലൊക്കെ ഈ സൈഡിലൊരു വീട് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ സൈഡിൽ അങ്ങനെ ഉണ്ടാവില്ല. ഈ സൈഡ് ഇതാണ് ലാസ്റ്റത്തെ, ഇതാണ് ഫസ്റ്റത്തെ വീട്. അപ്പൊ ഇവിടെ നിന്ന് എല്ലാ സൈഡും നമുക്ക് ക്ലിയർ ആയി കാണാം. ഒരു സ്ലോ ഒന്നും അല്ലല്ലോ അല്ലേ? ലോ ആണ്, കുറച്ച് ലോ ആണ്. കൊള്ള ഏതായാലും കേട്ടോ, നല്ല വൈബ്. ഹെൽമെറ്റ് മാമ ഇത് കണ്ട മാമ 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 ഇത് നോക്കിയേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ മാമ എനിക്കൊരു ടെഡി ബിയർ തന്നു. വേണ്ടേ? ഓ ഞാനെ ഏത് കൊച്ചിനെ? അശ്ശേ, എൻ്റെ ആരും ഇല്ലത്. ഞാനായിട്ടൊരു ബന്ധമില്ല, ഞാൻ പോണി പോയി. ക്ലിയർ ഉണ്ട് കേട്ടോ. പൂട്ടി ഇട്ടില്ലല്ലേ ഉള്ളൂ. ഇവിടെ ഒരുപാട് രണ്ടുപേര് കൂടി ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാനില്ല ആരില്ല. ഞാൻ ചെറുതായിട്ട് പുറത്തേക്കുന്നുണ്ട്. ഞാനിവിടുത്തെ പാവ അടിച്ചു പറ്റി. ഇറങ്ങണേ. ഇവിടെ വാ, ഒരു കാര്യം പറയണം. ഓസിയാണേ, നമ്മുടെ മറ്റേ കൊന്തുതലയും വന്നായിരുന്നു കേട്ടാ. ഓ, നമ്മുടെ ഓൾഡ് ഒരു തലയിലൊരു മുടുകലൊരുത്തിന് ഓർമ്മയുണ്ടായിരുന്നോ? ഓർമ്മയില്ലേ? ഓ, ഇവിടെ ഉണ്ട്. ഇവിടെ ആള് അല്ല, സിറ്റിയിലല്ല, ഇങ്ങോട്ട് വരുന്ന വർത്താനം പറഞ്ഞാണ്. ഇപ്പൊ സ്ട്രീമിലുണ്ട് ആള്. ഓ, ജോനാനല്ലേന്ന് ചോദിച്ചോ? നിന്റെ തല ഉണ്ടപ്പോ. ഓ, ഇതാ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഹായ്ന്ന്. മോനെ മോനെ മാമൻ പുറത്തുണ്ട്. മാമനൊരു സ്കീം സംസാരിച്ചിട്ടുണ്ട്. പൈസ ഇടുന്ന പരിപാടി. പണി
മാമ മാമ അല്ലെങ്കിൽ വിളിച്ചാൽ മതി. നമ്പർ ഷെയർ ഒന്ന് ഷെയർ ചെയ്ത് ഇങ്ങോട്ട്. കഴിഞ്ഞല്ലോ. തല്ലി തോപ്പിക്കാൻ കഴിയത്തില്ല, നീ വെടിവെച്ച് തോൽപ്പിച്ചു വേണമെങ്കിൽ. നീ മാസടിക്കടാ കടക്കട. ചെറിയൊരു സ്കീം സെറ്റ് ചെയ്തു. കഴിഞ്ഞല്ലോ. മറ്റവരെ ഞാൻ നിനക്ക് വേണ്ടി കൊന്നിട്ടുണ്ട്. കാശിനാവശ്യമില്ലേ എടാ? കാശിന് ആവശ്യമുണ്ട്, കാശ് വളരെ ആവശ്യമുണ്ട്. നിന്റെ പ്രശ്നം എന്താന്ന്? ഇവന് പ്രശ്നം എന്താന്ന്? കഴിവേറി. ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കട അച്ഛൻ. അവൻ ഇവിടെ ഉണ്ട്. അവിടെ നമ്മുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. നമ്മളിപ്പോ എങ്ങനെ ആയന്റെ. ആ ഫണ്ട് കറക്റ്റ് ആയിരുന്നു. എടാ സത്യം പറയാലോ, ഞാൻ നിന്റെ കൂടെ പൈസ പോയി എന്ന് വിചാരിച്ചടാ. സത്യം പറയാലോ, ഞാനത് അപ്പം തന്നെ വന്നിട്ട് എടാ എനിക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു. ലൈക്ക് ഈ ഡിസ്കൗണ്ട് തന്നെ അത് വന്നു. അപ്പൊ അതിൽ ഞാൻ നെക്കി 2 വീക്ക് ഫ്രീ എന്ന് കണ്ടു. അത് നെക്കി അപ്പൊ തന്നെ ആക്ടിവേറ്റഡ് ഒന്ന് കണ്ടു. നിന്റെ കാർഡ് ആയിരുന്നു അതിൽ ഇപ്പോഴും ഉള്ളത്. ഞാൻ അപ്പം തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ആദ്യം നോക്കിയത് അമൗണ്ട് എത്രയാന്നാണ്. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു $9. കുഴപ്പമില്ല, അപ്പൊ വടിക്ക് കൊടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കും, 1 ഇയറിന്റെ 99 വല്ലതാണെങ്കിൽ. അയ്യോ നിന്റെ അക്കൗണ്ട് അത്രയും ക്യാഷ് ഉണ്ടാവൂടാ. നീ എവിടെ പോകുന്ന? എവിടെ? നാട് എവിടെയാണ്? കോട്ടയത്തോ? നീ ലാപ്പും കൊണ്ട് പോര്. ഓ പെങ്കി തൂക്കിയെന്ന് അറിഞ്ഞോ? ആരാ?
ആരാ നോക്കിയവനെ? അറിയത്തില്ല. ഇവനൊരു ഗ്യാങ് ഉണ്ട് ഈ സിറ്റിയില്. ആർക്ക് ഇവനോ? ഈ സിറ്റിയിലൊരു ഗ്യാങ് ഉണ്ട്. ആര്? സിറ്റിയിലൊരു ഗ്യാങ്ങിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാന്നാ കേട്ടെ. ആരാ? പേരൊന്നും കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. അവന്മാര് വിഷയാന്നാ കേട്ടെ. ഓക്കെ ഒന്ന് പറഞ്ഞ 2 ചെത്തിക്കളയുന്ന കേട്ടെ. ഓക്കെ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീ നേരത്തെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഒന്ന് വരുന്ന വഴിക്ക് ഇവനെ കേറിയില്ലേ? കവർ ചെയ്ത ഡ്രസ്സല്ല, ഒരു പാൽ പാക്കറ്റിന്റെ ഒരു കാര്യമില്ലായിരുന്നു ബ്രോ? നോക്ക്, മറക്കരുത് നീ. പാൽ പാക്കറ്റ് മറന്നു പോയാൽ വലിപ്പം കുറയും, അത്രേ ഉള്ളൂ. എനിക്ക് അത്ര പറയാനുള്ളൂ ചിക്കു. അത് വേറെ കഥ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മനസ്സിലാവാത്ത കാര്യം എന്നോട് പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ അല്ലെങ്കിൽ തന്നെ നിന്റെ ഫേസ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഫേസോ കാണാനില്ല, കാണുന്നില്ല. കാരണം ഞാൻ ഈ സിറ്റി വന്ന ടൈമില് 2 ആൾക്കാരായിട്ട് പരിചയപ്പെട്ട്. ഫുൾ കോമഡി ആണല്ലോ. 2 ആൾക്കാർ പരിചയപ്പെട്ട്. ഒന്ന് പാച്ചു, പിന്നെന്തോ കഴുകൻ. അവരായിട്ട് വന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ബ്രോക്ക് ഇവിടെ ഏട്ടനോ അനിയനോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആരെന്ന് ചോദിച്ചു. അവല്ല ഒരു ഹിന്ദി സംസാരിക്കുന്ന ഏട്ടൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു എന്നോട്, നീയെ ഒരിക്കലും നിന്റെ ഫേസ് കാണിക്കരുത്, അതേമാതിരി തന്നെ ഒരിക്കലും 3/4 ഇടാൻ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്തും ചോദിച്ചു പറഞ്ഞു, ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും എടുത്തോണ്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. എനിക്കിപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല. തുണി ഊരുന്നാ നീ? മാസ്ക് ഊരാൻ പറഞ്ഞപ്പോ അടിച്ചവനെ. മാസ്ക് എവിടെ? വൈനക്കിട്ട് കണ്ടോ? ഇതാണോ നിന്റെ ഇത്ര ഭംഗിയുള്ള ഫേസ് ഇഷ്ടമാണ് നീ മറ്റേ മാസ്ക് ഒക്കെ വെച്ച് ചുറ്റി വെച്ച് നടക്കുന്നത്? അതല്ല, ഈ ഫേസ് ഇല്ല, ആരോ ഇവിടെ ഉണ്ട്, ആള് വലിയ ആരോ ആണെന്നൊക്കെയാണ് പറയുന്നത്. നീ അതൊന്നും അല്ല, അപ്പൊ അത് അവരാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്നെ കൊണ്ടുപോകുന്ന അവരെല്ലാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? ഒരു കാരണവശാലും പേടിക്കണ്ട. ആരെന്ത് ചോദിച്ചാലും പെങ്കിന്റെ ആളെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അല്ല, എനിക്കിപ്പോ പലരും ഉണ്ട്. ജോനാനുണ്ട്, ഇപ്പൊ നീ, പെങ്കിനുണ്ട്. ഇതാരാ ഈ പിപ്പുമോനോ? അതെ, പിപ്പുമോനെ അറിയില്ലേ നീ? പിപ്പുമോനെ മാമനെ പരിചയപ്പെട്ടില്ലേ നീ? അതാ വീടിന്ന് കട്ടെടുത്തല്ലേ? എനിക്ക് വേണ്ട, എവിടെ തന്നെ ഉണ്ട് വെച്ചോ. കട്ടെടുത്തൊന്നല്ല, എന്റെ കൊച്ചിന് വേണ്ടി മേടിച്ചു വെച്ചാ മതി. ഇല്ല, ഈ സാധനം ഞാൻ അവിടെ കണ്ടായിരുന്നു. അത് അങ്ങനെ കൊടുത്തിട്ടില്ല. ആ മാമൻ കൊടുത്താണ്, ടൈസൺ കൊടുത്താണ്. ടൈസണോട് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കൈ വെച്ചോ. കൈ വെച്ചോ. അതും കൈ വെച്ചോ. അതും എന്റെ മോൻ കട്ടല്ലേ, സാരല്ല. ഒന്നുമില്ല പിപ്പുമോനെ, അതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കാം പിപ്പുമോനെ, നമ്മളൊക്കെ ജീവിക്കണ്ടേ? പെങ്കിനെ ഞാനൊരു കാര്യം പറയട്ടെ. ആസ് എ ഫ്രണ്ട് എന്നാ പറയുന്നത്. സിഗരറ്റ് വലിക്കുന്നൊക്കെ അല്ല, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ചിക്കു, നീ സിറ്റിയില് പുതിയ തോന്നുന്നു. എന്റെ കയ്യിൽ സിഗരറ്റ് കാണില്ല ചിക്കു. ഇത് സാധനം വേറെ. പേപ്പറാണോ? വെറും പേപ്പറാണോ? വെറും പേപ്പറല്ല. പിന്നെ ജമാലു എന്താ പറയുക? ജമാലു ആ ടോയ്ലറ്റ് പേപ്പറാണോ? അത് ടോയ്ലറ്റ് പേപ്പർ കടയാടി. ജോനെ മാസ് നോക്കി കുത്തവനെ, കുത്തിക്കീറവനെ. ആണോ? ഇതൊക്കെ ജോനാൻ പോലെ ചിരിക്കുന്നു നോക്ക്. ജോനാൻ പോലെ സത്യമായിട്ട് ടോയ്ലറ്റ് പേപ്പർ സിഗരറ്റ് മേടിക്കാൻ പോലുള്ള പൈസ ഇല്ലല്ലടാ. ഞാൻ പിന്നെ ഇവിടുന്നാണ് മേടിച്ചു കുടിക്കുന്നേ. ഇത് പേപ്പറടാ. അതന്നെ, അതാ ടോയ്ലറ്റ് പേപ്പർ ഫ്രീ ആയിട്ട് നമുക്ക് എവിടെ പോയാലും കിട്ടല്ലോ. ഞാൻ പോകുന്നു. മാസം കാണിക്കാൻ അത് ചിലപ്പോ ആണെങ്കിൽ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ചിലപ്പോ. ഈ റിച്ച് ടീംസ് വരെ നമ്മളെ കയ്യിലുള്ള, നീ മനസ്സിലാക്കണം. നീ എന്റെ പവർ മനസ്സിലാക്കണം. നീ അത് ഏത് പിച്ചക്കാരെ കയ്യിലും ഉണ്ടാവും, പൈസക്കാരുണ്ടാവും. അവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതാണോ ജോനാബ് നേരത്തെ ബാത്റൂം പോയി നോക്കിയായിരുന്നേ?
എടാ ഞാൻ അങ്ങനെ അടിച്ചാലടാ അവന് ടോയ്ലറ്റ് പേപ്പറിന് പ്രത്യേക മണാടാ. അതാണ് ടോയ്ലറ്റ് പേപ്പറിനല്ലേ അതായിരിക്കും. അത് അവർ യൂസ് ചെയ്തിട്ട് റീയൂസ് ചെയ്യുന്നതായിരിക്കും. എടാ അതല്ലടാ പൊട്ടാ, പിന്നെ ഈ മറ്റേ അറോമ ജോനാണ് ഈ റിച്ച് ടീംസിന്റെ കാര്യം പറഞ്ഞു കൊടുത്തവന് ഈ അറോമ സെന്റഡ് ആയിട്ടൊരു സാധനം. അവരെന്താ ചെയ്യുന്ന അറിയോ? അവരുടെ പേപ്പർ സ്മെല്ല് പോവാൻ വേണ്ടിട്ട് അത്തർ പൂശുന്നതാണ്. പേപ്പറിൽ അത്തർ പൂശുന്നതാണ്. എന്നാ കുനിഞ്ഞിരുന്ന് അടിച്ചു കയറ്റി കൊറേ നേരമായല്ലോ. ഇവനെ വലിച്ചിട്ട് എന്തോ പറ്റി? ഹലോ. ഓ അപ്പൊ ശരിയായി. ഇതാ പറഞ്ഞത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. കണ്ണ് കണ്ട മറ്റേ കക്കൂസിലെ പേപ്പറൊക്കെ എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഞാനൊരു ബിരിയാണി കഴിച്ചോട്ടെ. ജോമാനെ ഫുഡ് ഉണ്ടോ എന്റെ കയ്യില്? ഇത് ബിരിയാണി തന്നെ അല്ലേ അതോ ഇനി വല്ല? ബിരിയാണി ഞാൻ ഇത് പൈസ കര വീട്ടിൽ നിർത്തുന്നല്ല. ഞാൻ ബിരിയാണി മേടിച്ച പൈസ കൊടുത്ത് മേടിച്ച. ആരെ കയ്യിൽ നിന്നാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ മേടിച്ചത്. ഇപ്പൊ മോനെ തക്കടു മോനെ, മാമൻ നേരത്തെ ഒരു ബിരിയാണി കഴി തന്നായില്ല, അവൻ തിരിച്ചെന്ന് ഇല്ലേ? ബർഗർ ഉണ്ടാ? കഴിക്കാൻ എന്തേലും ഉണ്ടാ? കഴിക്കാനും വെള്ളവും തന്ന്. എടാ മാമൻ ജീവിക്കണ്ട ഔട്ടാ, അതുകൊണ്ടാ. താങ്ക് യു ഔട്ടാ. മാമന്റെ ഔട്ടൻ, മാമന്റെ തക്കുടു, മാമന്റെ തക്കുടു അത് മതിയടാ. മാമന്റെ തക്കുടു പൊറോട്ട മതിയടാ തക്കുടു. പോവാന്നോ? പറയൂ അതിനെ പറ്റി. നൈറ്റ് ഡ്യൂട്ടി, ഐ മീൻ നൈറ്റ് ക്ലാസ്. നൈറ്റ് ക്ലാസ് അല്ല, അവന് മോർണിംഗ് ആടാ കടയാടി. അവന് സംഭവം എന്താ പറയാ, ഇവന് മറ്റേ ഇത് ഈ മറ്റേ നമ്മൾ ഈ വെട്ട വെളിച്ചത്ത് നിൽക്കൂല, ഇങ്ങനത്തെ സ്ട്രീറ്റ് ലാമ്പിന്റെ താഴത്ത് ഒരു ചോപ്പ് ഡ്രസ് ഇട്ട് രാത്രി അവൻ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ചിക്കൂർ ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ പോകുന്ന കയ്യിൽ എക്സ്ട്രാ പേപ്പർ കിട്ടുകയാണെങ്കിൽ നമ്മളെ പെങ്കിന് കൊടുക്കണേ. പാവം അവര്. ചിക്കു നീ ആരെ കൂടെയാ? ചിക്കു നീ ആരെ കൂടെയാ? നീ ഇടയ്ക്കിടയ്ക്ക് മാറി പോകുന്നുണ്ടാ? ഞാനേ പെങ്കി ബ്രോ ഞാൻ ഈ വര കണ്ടോ? മാറി ഈ മഞ്ഞ വര കണ്ടോ? ഈ വെഞ്ഞ വരയാണ് ഞാൻ. അപ്പുറത്ത് നിൽക്കുന്നത് ജോനാന്, ഇപ്പുറത്ത് നിൽക്കുന്നത് സെമിറ്റേരി. അയ്യോ സെമിറ്റേരി അല്ല, അത് മറ്റേ പെട്ടെന്നൊരു അതിൻ്റെ എന്തോ പേരെന്തായിരുന്നു? പെങ്കിനി. ഇത് അതാണ് സംഭവം. ഞാൻ അപ്പുറത്തും ഉണ്ടാവും ഇപ്പുറത്തും ഉണ്ടാവും. രണ്ടും എന്റെ ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ രണ്ടുപേരും ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ. ഒരാളെ നോക്കുമ്പോ ഒരാൾക്ക് സങ്കടം ആവൂലേ? എന്നിട്ട് ഇത്ര നേരം എന്നെ മാത്രം ഇട്ടല്ല കഴിവറി നോക്കിയേ. ഞാന് ഇത് ബിഗ് ബോസ്, ഇറ്റ്സ് ഹേർട്ടിങ് ബിഗ് ബോസ്. ബിഗ് ബോസ് എനിക്ക് ഹേർട്ട് ആവുന്നുണ്ട് ബിഗ് ബോസ്. ഈ പെങ്കി ബ്രോക്ക് എപ്പോഴും ഹേർട്ടിങ്. നേരത്തെ ഞാൻ പറഞ്ഞു ജോനാൻ ബ്രോ, നേരത്തെ ഞാൻ പറഞ്ഞു നേരത്തെ എന്നെ കുടിച്ചോണ്ട് കൊണ്ടുപോയപ്പോ 4 ആൾക്കാർ ഗണ്ണ് ചെയ്തപ്പോ ഞാൻ മാസ് കാണിച്ചു നിന്നൊക്കെ ഇതാക്കി. ഇനി എന്താ ഒന്നും ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 4 ആൾക്കാർ ഗണ്ണ് അടിച്ചോണ്ട് നിൽക്കുമ്പോ മാസ് കാണിക്കാൻ നിന്നാ ചത്തു പോകുന്നു പറഞ്ഞു ഞാൻ. അപ്പൊ അത് ഹേർട്ടായിരുന്നു പറഞ്ഞു. എന്താ സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അവരെന്നെ ഗണ്യം ചെയ്തപ്പോ ഞാൻ അവരുടെ അടുത്ത് ചില്ലായിട്ട് നിന്നു. അത് കണ്ടിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരു പേടിയില്ലാണ്ട് അല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ നിക്കാൻ എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു മാസ് കാണിക്കാൻ പോയ അമ്മമാര് ചിക്കു ഹേർട്ട് ചെയ്യുന്നുണ്ട് വല്ലാണ്ട്. ഇത് കുത്തിയാൻ ഇറക്കും. തൈലം വേണോ? ഫിസ്റ്റ് ഫൈറ്റ് കളിച്ചാലോ? ചിക്കു മാമന്റെ പുറം കളിച്ച്